മലപ്പുറത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ള 12 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് എന്ന് മന്ത്രി വീണ ജോർജ്. ക്വാറന്റൈനിലുള്ളവർ 21 ദിവസം തുടരണം. സമ്പർക്ക പട്ടികയിലുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസവും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഇതുവരെ വന്ന 12 ഫലങ്ങളും നെഗറ്റീവായി. എങ്കിലും ക്വാറന്റൈനിലുള്ളവർ 21 ദിവസം തുടരണമെന്നും മന്ത്രി പറഞ്ഞു. ആ 21 ദിവസത്തിനുള്ളിൽ നമുക്ക് വൈറസ് ശരീരത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകും. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണത്. അപ്പോൾ 21 ദിവസങ്ങൾക്കുള്ളിൽ, അതിനുശേഷം പിന്നീട് നമുക്ക് പരിശോധിക്കേണ്ടതില്ല. അതേസമയം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 460ആയി. ആശുപത്രികളിലെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് 54 പേരെ കണ്ടെത്തിയത്. ഇന്ന് 460 പേരാണ് കോണ്ടാക്ട് ലിസ്റ്റ്. 54 പേർ കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ 220 പേർ ഹൈ റിസ്ക് കോണ്ടാക്റ്റ് ആണ്. ലോ റിസ്കിലുള്ളത് 240 പേരാണ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് 145 പേരാണ്. സ്കൂളുകളിൽ എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി അതാത് സ്കൂളുകൾ, അത് നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂളുകളും CBSE സിലബസിലുള്ള സ്കൂളുകളും എല്ലാ സ്കൂളുകളും തന്നെ ഓൺലൈനായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടൊരു സൗകര്യം ഒരുക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 2 പഞ്ചായത്തുകളിൽ ഇതുവരെ 10,055 വീടുകളിൽ സർവേ നടത്തി. പാണ്ടിക്കാട് 6,239 വീടുകളിലും ആനക്കയത്ത് 4,860 വീടുകളിലും പനിസർവേ പൂർത്തിയായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തിയ സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സമ്പർക്ക പട്ടികയിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.